ഉള്ളി ചതക്കണം. നമ്മൾക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ വേണം ചതക്കാൻ. പോയി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേവിക്കാൻ പോവാം. ആണോ? അത് വരണ്ടല്ലോ ചക്ക. അല്ല, ആദ്യം നമ്മൾ മുറിച്ച് ഞങ്ങളെ നമുക്ക് തിന്നായിരുന്നു. പഴുത്തില്ലല്ലേ? ഇതാണ്. ഇതും കൊള്ളാം. ഇതെല്ലാം കൂടെ എങ്ങനെ തിന്ന് തീർക്കുമോ? പിന്നെ നമുക്ക് തിന്നായിരുന്നു. പഴുത്തില്ലല്ലേ? ഇല്ല. എനിക്കൊന്ന് ഇത് 2 ദിവസമാണെന്ന് തോന്നുന്നു. മറ്റേത് ചിലപ്പോൾ ചിലപ്പോൾ നാളെ പഴുക്കും. അത് ചെറുതായിട്ട് പഴുത്ത് തുടങ്ങി ഉണ്ടല്ലേ? ശരി, നോക്കാം. ഇത് നമുക്ക് കൊണ്ട് വയ്ക്കാം. കറിവേപ്പ് വയ്ക്കുന്നുണ്ടാ? വേണ്ട, ഇതിങ്ങനെ ഒടിച്ചൊടിച്ച് വിടും കേട്ടോ. എന്താ മണമെന്നറിയാം. അത് വേറെ വളമൊന്നും പ്രത്യേകിച്ച് ഇല്ലല്ലോ അല്ലേ? നമ്മളെ നാട്ടില് കിട്ടുന്നതിനേക്കാളും മണം. അല്ല, എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വളങ്ങളൊന്നുമല്ലോ. നമ്മളിവിടെ അങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇടുന്നില്ലല്ലോ. ഇവിടെ നിറച്ച് കറിവേപ്പനാണ്. കറിവേപ്പിൻ്റെ തയ്യ്, അതിൻ്റെ കാ കണ്ടോ നിൽക്കുന്നത്? ഇതിങ്ങനെ വീണേ, ഇവിടെ വീണ് കിളുത്താ ഇത് കേട്ടോ. ഇതിനടിയിലെല്ലാം കാച്ചിലാണ് നിൽക്കുന്നുണ്ട്. ഇതിനകത്തല്ല എല്ലാം കാച്ചിലാണ്. എല്ലാം കാച്ചിലാണ്. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് ഒരു കാച്ചിൽ വിഭവം നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അടിപൊളിയല്ലേ? കപ്പ പറിക്കുന്നുണ്ടോ? ഇപ്പൊ പറിക്കുന്നില്ല. കപ്പയൊക്കെ നിങ്ങളെന്താ ഈ പറിച്ചൂടെ കളഞ്ഞേക്കുന്നത്? ഇതിപ്പൊക്കെ പറിച്ച് ചുമ്മാ ഇട്ടേക്കുന്നത്? ഇത് അതെന്താ ഇങ്ങനെ ഇട്ടേക്കുന്നത്? ആവശ്യമില്ലേ? വേറൊരു കാര്യം കൂടെ പറയട്ടെ അല്ലേ? ഇവിടുത്തെ എലിയും ഇവിടെ കാട്ടുപന്നിയൊക്കെ വരുന്നുണ്ട്. കാട്ടുപന്നിക്ക് കപ്പ വേണ്ട. ഇത് ഈ പറിച്ച് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇത് പറിച്ച് ഇവിടെ ഇട്ടേക്കാണ്. ഇതിവിടെ കിടക്കാൻ വേണ്ടി കുറഞ്ഞ ഒരാഴ്ചയുണ്ട്. ഇത് ഒരു സാധനം, ഒരു എലി വന്ന് കടിച്ചിട്ടുണ്ടോ നോക്ക്. എവിടാ? 2 ചക്കയുണ്ട്. ഞങ്ങൾ പഴുപ്പിക്കാൻ കൊണ്ടുവയ്ക്കാൻ പോവാണ്. ഇത് നാളത്തേക്ക് പഴുക്കും. ഇത് ചിലപ്പോൾ 2 ദിവസം എടുക്കും. ഓക്കെ. രാവിലെ ഇറങ്ങി കപ്പയും ചീനിയൊക്കെ പറഞ്ഞു. അങ്ങനെയുണ്ട്, അടിപൊളി. ഇനി നമ്മൾ മാങ്ങയിൽ കൈ വെക്കണേ. ഇവിടെ കഴിഞ്ഞിട്ട് മാങ്ങ ബാംഗ്ലൂർ മാങ്ങ ഉണ്ട്, മറ്റേ സേലം മാങ്ങ എന്നൊക്കെ പറയും. സേലം മാങ്ങ, ബാംഗ്ലൂർ മാങ്ങ, പിന്നെന്താ വേറെ മാങ്ങ ഉണ്ടല്ലോ, നീലം മാങ്ങ. നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? കഴിക്കാം. ഇന്ന് എന്തൊക്കെയാണ്? ഇന്ന് തേങ്ങാ ചമ്മന്തി, നല്ല സൂപ്പർ തേങ്ങാ ചമ്മന്തി. ദോശയുണ്ട്. പിന്നെ മുട്ടയുണ്ട്. മുട്ട ബുൾസൈ. ബുൾസൈ അടിച്ചേക്കാം. നാടൻ കോഴിയുടെ മുട്ട. അപ്പോൾ നമുക്ക് കഴിക്കാം അല്ലേ? ചമ്മന്തി ഇതിലോട്ട് ഒഴിച്ചിട്ട്. സൂപ്പർ. അപ്പം ബുൾസൈ ആണിത്. ഇത് നല്ല കട്ടൻ കാപ്പി. ഇനി ഇവിടെ ദോശ നമ്മുടെ മാമഭാഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൈദ ദോശയാണ് കേട്ടോ, മൈദയാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഇവിടെ അങ്ങനെയുള്ള വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ദോശ ഉണ്ടാക്കി. ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ബുൾസൈ. ഇത് മൈദ ദോശയാണ്. കഷ്ടമാണ്, പക്ഷേ ഇച്ചിരി ഇതാണ് ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് നന്നായിട്ട് കൈകൊണ്ട് ഞെവടിയൊക്കെ എടുക്കണം. നല്ല ലൈറ്റായിട്ട് നല്ല സൂപ്പർ ദോശയായിരിക്കും. നല്ല നൈസായിരിക്കും കഴിക്കാൻ. ഇതിനകത്തുണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്ക് ഉണ്ടോ. ഒരുപാട് 100 മുട്ടയോളം ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ബുൾസൈയൊക്കെ ഉണ്ടാക്കുന്നത്. ഒറിജിനൽ കരിങ്കോഴി മുട്ട, നാടൻ കോഴിമുട്ടയാണ്. നാരങ്ങയൊക്കെ ഇവിടെ കൊണ്ട് പറിച്ച് അങ്ങനെ വെച്ചേക്കുക. ഇതൊക്കെ ഇനി ഫ്രിഡ്ജിൽ വെക്കണം, അല്ലെങ്കിൽ ചീത്തയായി പോകത്തില്ലേ. ഇത് എന്താണല്ലേ, ഇത് വറക്കാനാണോ എന്നതിനാ? വറക്കാന് നമ്മൾ എണ്ണ അങ്ങ് അവിടെ ആയിപ്പോയി. എണ്ണ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേവിക്കാൻ പോകാം. ആണോ? അത് വരണ്ടല്ലോ ചക്ക. അല്ല, ആദ്യം നമ്മൾ മുറിച്ച് രാവിലെ ഇട്ടതേ. ഇപ്പൊ ഈ പഴിപ്പിക്കാൻ വേറെ വെച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. പിന്നിപ്പോൾ നമ്മൾ രണ്ടാമത് പോയി വേറെ എണ്ണം കൂടി ഇട്ടതല്ലേ. ആണല്ലേ? പക്ഷെ അത് ചെറിയ പുളിപ്പ് തുടങ്ങി. അത് വേവിക്കാൻ ഗുണമല്ല. അപ്പം നമ്മൾ അടുത്ത വേറെ എണ്ണം പോയിട്ട്. അപ്പം ഇത് വലിയ കുഴപ്പമില്ല. അപ്പം ഇത് നമുക്ക് വേവിച്ച്. ഇത് ഒരു ചെറിയ മധുരമുണ്ട്. ഇത് രണ്ട് മോഡലാണ് കേട്ടോ. അതെ. ഇതിനകത്ത് ഒന്ന് തായ്ലാൻഡും അല്ല, ഇതിന്റെ ഒരു ഒന്ന് നാടനുമോ. പ്രത്യേകത എന്താ അറിയാമോ? ഇതിനകത്ത് ചവിണി എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇല്ലല്ലേ? കംപ്ലീറ്റ് ചോളയാ.
പക്ഷേ ഇതാണ് ഇതിന്റെ അല്ല ഇതാ തായ്ലാൻഡ്. പക്ഷെ ചുള ഇച്ചിരി ചെറുതാണേ ഉള്ളൂ, ലോഡ് കൂടുതൽ, കളറും കുറവാണ്, പക്ഷേ നല്ല മധുരം. ആ കറക്റ്റ്. അതാണ് അതിന്റെ ഒരു ഗുണം. ഓക്കെ, അപ്പം നമുക്ക് വേവിച്ച് നോക്കാം അല്ലേ? ഓക്കെ. ഡോങ്കി നിക്കി ഇതേ ഇരിക്കുന്നു. നിക്കി നിക്കി ദോ 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 ഷോ നിക്കി ഓടി വാ. നിക്കി നിക്കി ഓടി ഓടിയെടുങ്ങി. അവന്മാർ ടെറസ് കയറി. അല്ലേ ഇതിപ്പോ എന്താ ചെയ്യുന്നേ? ഇതിപ്പോ ഈ അമ്മിക്കല്ലൊന്ന് അരകല്ലും അമ്മിക്കല്ലെന്നൊക്കെ പറയും. ഇതൊന്ന് നല്ലതായിട്ടൊന്ന് കഴുകിയെടുക്കുക. കാരണം ഇത് നമ്മളിവിടെ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലോ. അപ്പൊ ചക്ക ഇട്ടത് അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത് ചക്ക വേവിക്കാൻ വേണ്ടി. ഇത് ഒന്ന് നല്ലതായിട്ട് തേച്ച് കഴുകിയെടുത്തില്ലെങ്കിൽ നന്നായിരിക്കില്ല. അല്ല ഇത് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നില്ല. ഓ അതെ അതെ. അല്ല ഇപ്പൊ എന്താ കറണ്ട് ഇല്ലാത്തോണ്ടാണോ? കറണ്ട് ഇല്ലാത്ത കാരണം മാത്രമല്ല, അരകല്ലിൽ അരച്ച അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. മിക്സി ഉണ്ട്. നമ്മള് ഇപ്പോ യഥാർത്ഥത്തില് പഴയ കാലം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ? പണ്ട് അരകല്ലിലൊക്കെ അരച്ച് അല്ലേ? പിന്നെ ഇത് ഇത്രയും വിശദമായി കഴിയുന്നതിന്റെ കാരണം ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓ ശരി ശരി. ഓ അപ്പൊ തെറിച്ചു പോകത്തില്ല. തെറിച്ചു. ഇനി തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി. ഇത് തേങ്ങ ചുമ്മാ കൊത്തി എടുത്തേക്ക, തിരുമിയതല്ല കേട്ടോ. ഓ ശരി. ചുമ്മാ തല്ലി പൊട്ടിച്ച് കൊത്തിയെടുത്താ. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം തിരുമാനുള്ള സജ്ജീകരണം ഇല്ലാത്തതുകൊണ്ട് ഓക്കെ. അരച്ച ശീലമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. കല്ല് പോലും കല്ലെന്ന് പറയുന്നത് ഇങ്ങനെ കിടന്ന് ഉരുണ്ട സാധനം. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാനൊരിതുണ്ട്. പക്ഷെ ഇതിന് രുചി കൂടുതലായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും. കല്ലിൽ അരച്ച് ഉണ്ടാക്കുന്നതിന് ജീരകം അതിന്റെ കൂടെ എന്താ അരക്കാത്തത്? ജീരകം അതിന്റെ കൂടെ അരച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ അരയാതെ ഇങ്ങനെ തനിയെ കിടക്കും. ഇതിപ്പോ നമ്മളത് അരച്ചൊരു പരുവാക്കില്ലേ, പിന്നെ അതിന്റെ മണവും പോകത്തില്ല. ഈ ജീരകം കണ്ടോ, ഇത് തനിയെ എങ്ങനെ അരക്കുക. എല്ലാവരും ഇത് ഒന്നിച്ചിട്ട് ഒറ്റയടിക്ക് അടിക്കും. അങ്ങനെ ചെയ്യുന്നതിന് നല്ലത് ലാസ്റ്റ് ജീരകം അരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭയങ്കര മണമുണ്ട്. അത് ശരി, അതൊരു പുതിയ അറിവ്. കാര്യം എന്താ അറിയാമോ, ഇത് എല്ലാവരും ഒരുമിച്ചാണ് സാധാരണ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്. ഇനി ജീരകം മാത്രം അരച്ചിട്ട് നമ്മൾ ഈ തേങ്ങ ഈ അരച്ചു വെച്ചേക്കുന്നുണ്ടല്ലോ മിക്സ് ചെയ്യണം. ഒന്നുകൂടെ അരച്ചിട്ട് മിക്സ് ചെയ്യും. ഓ ശരി. നല്ല ഐഡിയ. നമുക്ക് മതി, ചക്കയ്ക്ക് ഒരുപാട് അരയണ്ട. ഇതിപ്പോ തേങ്ങ കൊത്തി ഇട്ടതുകൊണ്ട് ഓക്കെ. ഒരു അവിയലിന്റെ പരുവം. അതെ. കപ്പയ്ക്കും ചക്കയ്ക്കും അരക്കുന്നത് ഒരുപാട് അരയ്ക്കാൻ പാടില്ല. ഇത് ഞാൻ വെള്ളം തൊട്ടെന്ന് അരച്ചേ ഉള്ളൂ കേട്ടോ. ഓ അപ്പോൾ അതും ഓക്കെ ആയി. ഓക്കെ. ചക്ക ഏകദേശം വ്യാപാരമായി കാണൂല്ലേ? ചക്ക സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനി കൊണ്ടുപോയി മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഇത് മതി. നമുക്ക് കൂടുതൽ ഒന്ന് അരപ്പേ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒന്ന് കുടഞ്ഞു വെക്കണം. ശരി. ഇല്ലെങ്കിൽ അടിക്കും അല്ലേ? നമുക്ക് മിക്സ് ആകത്തുള്ളൂ ഈ സാധനം. അവനൊന്നും കൂടെ ഒന്ന് സെറ്റ് ആകട്ടെ. സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. ടേസ്റ്റ് കൂടും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ല കുഴച്ചിങ് എടുത്താൽ മതി. പിന്നെ ഇത് കേട്ടോ, ഈ ഉണക്കമീൻ കറി ചുമ്മാ കറിയല്ല കേട്ടോ. ഇതിനായിട്ട് മാത്രം നമ്മൾ ഇത് കേട്ടോ, ഇതിപ്പം ഇത് മാങ്ങ അല്ലാതെ വേറെ എന്താ അതില്? ഒന്നുമില്ല. നങ്ക് കണ്ടുപിടിക്കണേ ഒന്ന് താറു വാച്ചണം, അത്രേ ഉള്ളൂ. ഒന്ന് മുങ്ങി തപ്പണം, തപ്പിയേ പറ്റൂ. അല്ല, മാങ്ങ അല്ലാതെ വേറെ എന്തോ സംഭവം ഞാൻ കണ്ടു. അതെന്നാ സാധനം? ചൊരക്ക. ഓക്കെ. നങ്കാണിത്. ശരി. എന്റെ നങ്കേ, ഇതാണ് സാധനങ്ങൾ. ചൊരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ലെങ്കിൽ ഇതാണ് ചൊരക്ക. ഇത് പണ്ടൊക്കെ നമ്മള് ഇങ്ങനെ ബോള് പോലെ വരുന്ന ചൊരക്ക ഉണ്ടായിരുന്നു. അത് തുറന്നിട്ട് അതിനകത്ത് ഈ സാധനം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഉമ്മിക്കിലേക്ക് ഇട്ട് പണ്ടുള്ള ഒരു കാലത്ത്. ഇപ്പൊ അതൊക്കെ നീണ്ടുപോയി, ഉണ്ടയൊക്കെ പോയി നീണ്ടുപോയി. ഇപ്പൊ ഇതാണ് ചൊരക്ക. ഇത് നമ്മളെ ഇവിടെ ഉണ്ടായ സംഭവമാണോ?
ഇത് നമ്മുടെ പറമ്പിൽ ഇപ്പോൾ പറിച്ചത്. ചൊറിക്ക ഓക്കെ. അപ്പം ഒന്നിനും പുറത്ത് പോകണ്ട, എല്ലാ സംഭവം ഉണ്ട് ഇവിടെ. ഒന്നിനും പുറത്ത് പോകേണ്ട കാര്യമില്ല. ശരി ശരി ഒരു സാധനത്തിനും പുറത്ത് പോകണ്ട. ശരി ശരി ശരി. അപ്പോൾ അതങ്ങനെയായിരുന്നു വേവട്ടെന്നോ? ആ, നങ്ക് മാത്രം പുറത്ത് പോകുന്നുണ്ട്. നങ്ക് ഇവിടെ ഉണ്ടാകത്തില്ല. നങ്ക് മാത്രം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചാൽ. അപ്പോൾ ഓക്കെ, ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും തുറക്കാം അല്ലേ? ആ, അപ്പോൾ നമ്മുടെ ചക്ക ഏകദേശം റെഡിയാണ്. ഇതുണ്ടോ, ഇത് ഓഫ് ചെയ്യാം. ഇതുണ്ടോ ചക്ക, ഇതൊന്ന് ഇളക്കിയേക്കാം. നല്ലതായിട്ട് വെന്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇളക്കിയാൽ മതി. ഈ തുടുപ്പ് അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് ആകട്ടോ, തടി കൊണ്ടുള്ള ഇളക്കാണേ. ഇച്ചിരി വെളിച്ചെണ്ണ ശക്കല ഒന്ന് ചുറ്റിച്ചൊഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് മതി, ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഒക്കെ വെച്ച് എങ്ങനെയുണ്ട്? നിങ്ങൾ വേണം. ഞാൻ കഴിച്ചു തുടങ്ങട്ടെ? അപ്പോൾ ആ, കഴിച്ചോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇനി ഉണ്ടാക്കരുതെന്നാണോ? പിന്നെ അതിൻ്റെ അർത്ഥം എന്താ? കുഞ്ഞുനാളില് നാട്ടില് അതിനുശേഷം നമ്മള് ഇതിനകത്ത് ശർക്കര ചാറും കൂടെ ഒഴിക്കാം. അന്നത്തെ അതേ ടേസ്റ്റ് സത്യം. അതെന്നാന്നറിയോ? വേറെ ഒന്നല്ല, അമ്മിക്കല്ലാണ് നമ്മൾ അരച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ടേസ്റ്റ് വരുന്നത്. ഇത് മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അത് എൻ്റെ കഴിവൊന്നൊന്നുമല്ല. അമ്മിക്കല്ലിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു സംഭവമുണ്ട്. കട്ടൻ കാപ്പി. അപ്പം കട്ടൻ കാപ്പിയും ചക്ക അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ. തവിയലുള്ളതും കൂടി ഇങ്ങനെ വട്ടി ചങ്ങെടുക്കണം. ഇനി ഇത് വടിക്കാനില്ല, സാധനം തീർന്നു. അപ്പം സാധനം തീർന്നു. ഇത് ഒരു ശക്കല ഉണ്ട്, ഇത് പകുതി നീ കഴിക്കും. എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പം ഇതും കൂടെ കഴിച്ചാൽ നമ്മുടെ ഇല ഇനി നമുക്ക് ഇല മടക്കാമല്ലോ അല്ലേ? കഴിഞ്ഞില്ലേ? ഇത് തടസ്സമായിട്ടിനകത്തൊന്നുമില്ല, മടക്കിക്കോ. ധൈര്യമായിട്ട് മടക്കാം. സ്പൂൺ അങ്ങോട്ട്. അപ്പം ഇത് മടക്കിയോട്ടെ. ഓക്കെ, ഒരു തടസ്സവും ഇല്ല, ഇല മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ. പാക്കപ്പ്.